കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുക എന്നൊരു ചൊല്ലുണ്ട്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം നേടിയ കണ്ണൂരിലെ കുട്ടികൾ ചെയ്തത് അതാണ്. 23 വർഷത്തിന് ശേഷം കണ്ണൂർ ജില്ല കിരീടം നേടിയതോടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ബ്ലഡി കണ്ണൂർ എന്ന വിവാദ പരാമർശത്തിന് അവർ മറുപടി കൊടുത്തിരിക്കുന്നു. ബ്ലഡി കണ്ണൂരല്ലിത്, ലവ്ലി പ്രൗഡ് ബ്യൂട്ടിഫുൾ കണ്ണൂർ എന്നവർ ഈ നാടിനോട് വിളിച്ചു പറയുന്നു. ഉത്തരവാദിത്തപ്പെട്ട അധികാര സ്ഥാനങ്ങളിലിരുന്ന് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന മട്ടിൽ എന്തും വിളിച്ചു പറയുന്നവർക്കുള്ള പാഠമായി മാറി കണ്ണൂരുകാരുടെ വിജയം. 952 പോയിന്റുമായാണ് കണ്ണൂർ സ്വർണ്ണക്കപ്പ് ഉയർത്തിയത്. 23 കൊല്ലത്തിന് ശേഷമാണ് കലോത്സവ കിരീടം കണ്ണൂരിലേക്ക് എത്തുന്നത്. 1997, 98, 2000 വർഷങ്ങളിലായിരുന്നു മുൻപത്തെ നേട്ടം. 949 പോയിന്റുമായി കോഴിക്കോട് 2ാം സ്ഥാനവും 938 പോയിന്റുമായി പാലക്കാട് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ആദ്യ 4 ദിവസവും 1ാം സ്ഥാനം നിലനിർത്തിയായിരുന്നു കണ്ണൂരിൻ്റെ കുതിപ്പ്. കണ്ണൂരിൻ്റെ വിജയം കേരളമാകെ ചർച്ചയാവുകയും മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഗവർണർക്ക് കണ്ണൂരിൻ്റെ മറുപടിയായി ഈ നേട്ടം ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു. ഇതോടെ ഗവർണർ മുൻ നിലപാട് മാറ്റി കണ്ണൂരിനെ അഭിനന്ദിച്ച് രംഗത്തെത്തി. തനിക്ക് കണ്ണൂരുമായി ഒരു പ്രശ്നമില്ലെന്നും കണ്ണൂരിനെ മാതൃകയാക്കി മറ്റുള്ളവരും വളർന്നു വരണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. കഴിഞ്ഞ മാസം കാലിക്കറ്റ് സർവകലാശാലയിൽ SFI പ്രതിഷേധത്തെക്കുറിച്ച് പ്രതികരിച്ചപ്പോഴായിരുന്നു ഗവർണർ ബ്ലഡി കണ്ണൂർ പരാമർശം നടത്തിയത്. ഇത് വൻ വിവാദങ്ങൾക്കും പ്രതിഷേധത്തിനും വഴിവെച്ചിരുന്നു. കണ്ണൂരിൻ്റേത് ബ്ലഡി ഹിസ്റ്ററിയാണെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടിരുന്നു. വിഷയത്തിൽ കണ്ണൂരിലടക്കം വ്യാപക പ്രതിഷേധമായിരുന്നു ഗവർണർക്കെതിരെ ഉയർന്നത്. എന്തായാലും രാജ്ഭവനിൽ കുടിയേറിയ ഏതോ മൂത്ത സംഘി കണ്ണൂരിൻ്റെ ഇടത് പാരമ്പര്യത്തിൽ അസൂയമൂത്ത് ചെവിയിൽ ഓതിക്കൊടുത്തത് വിളിച്ചു പറഞ്ഞ ഗവർണർ സ്വന്തം വില കളഞ്ഞു എന്ന് പറയേണ്ടി വരും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ വർഗീയതയ്ക്കെതിരായ ചെറുത്തുനിൽപ്പിൽ പോരാട്ട വീര്യത്തിൻ്റെ വിളഭൂമിയായി തല ഉയർത്തി നിന്ന നാടാണ് കണ്ണൂർ. കലാ, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിരവധി പ്രമുഖരെ നാടിന് സംഭാവന ചെയ്ത മണ്ണ്. സംഘപരിവാർ രാഷ്ട്രീയത്തിന് ബാലികേറാ മലയായതുകൊണ്ട് മാത്രം അപമാനിക്കപ്പെടേണ്ട നാടല്ല കണ്ണൂർ എന്ന് ആ നാടിൻ്റെ യൗവനം കേരളത്തോട് വിളിച്ചു പറയുന്നു. അപമാനിതരായവരുടെ മധുരമായ പ്രതികാരം. കണ്ണൂരിൻ്റെ വിജയത്തെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം.